സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ക്വസ്റ്റൻ ആണ് ഫ്രം ഇന്റഗ്രേഷൻ. ഈ ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് നമ്മുടെ ഇപ്പോഴത്തെ പ്ലസ് ടുവില്. ഇവനെ നന്നായിട്ട് പഠിച്ചോണം. ഇതിന്റെ വെയിറ്റേജ് കൂടുന്നതിനനുസരിച്ച് കുട്ടികളുടെ മാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ടഫായിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പൊ ഇതിനുള്ളിൽ നിന്നും എന്തായാലും പല കുട്ടികൾക്കും മാർക്ക് കിട്ടത്തില്ല. അപ്പൊ മാർക്ക് ഇങ്ങനെ എക്സാമിന് ക്വസ്റ്റൻ കൂട്ടിയിട്ടുള്ള ഒരു കാര്യമില്ല. പഠിക്കുന്ന കുറച്ച് മീൻസ് നല്ലതായിട്ട് പഠിക്കുന്നവർക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടും, അല്ലാത്തവർക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മിക്ക ക്വസ്റ്റൻസുകളും സ്കിപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇവനെ നന്നായിട്ട് പഠിച്ചോണം. എന്നിട്ട് ഈ ക്വസ്റ്റൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഏത് ടോപ്പിക്, ഇന്റഗ്രേഷന്റെ ഏത് ടോപ്പിക് ആണെന്ന് പോലും പലർക്കും അറിയില്ല. പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ തോന്നും. അതുകൊണ്ടൊക്കെ പ്രശ്നങ്ങളാണ്. എന്തായാലും ഇന്റഗ്രേഷൻ ഒന്ന് പഠിച്ചെടുക്കുന്നത് ഒരു ഭാഗ്യമാണ് കേട്ടോ. ഓക്കെ, ഇന്റഗ്രൽ 1/cos² x × 1 - tan x ² 4 dx. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിക്കേ, ഒരു പ്രത്യേകതയുണ്ട് കണ്ട, tan raised to 4. ഇതൊക്കെ കാണുമ്പോൾ ഓർത്തോണം. പിന്നെ cos², നിങ്ങൾക്കറിയാം 1/cos² എന്നാ. 1/cos ആരാ മോനെ? സീക്ക്. അപ്പൊ 1/cos² ആരാ? sec². അപ്പൊ tan x ന് ഡെറിവേറ്റീവ് ഇല്ലേ? sec². അപ്പൊ ഇയാൾ മണ്ടയ്ക്ക് എത്തിക്കുന്നത് 1/cos² x മണ്ടയ്ക്ക് നമുക്ക് sec² x എന്ന് എഴുതാം. അപ്പൊ tan x ന് ഡെറിവേറ്റീവ് ആയി പ്രോബ്ലം ചെയ്യാൻ ഈസി ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ക്വസ്റ്റിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 1/cos² x നെ ഞാൻ മണ്ടയ്ക്കോട്ട് കൊണ്ടുവന്ന് ആരെഴുതി? sec² x ബൈ 1 - tan x the whole raised to 4 dx. ഓക്കെ ആണല്ലോ, ഒരു കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. 1 - tan x ന് വേണം നമ്മൾ ആരെന്ന് പേര് കൊടുക്കാൻ? u. അല്ല, ഇയാൾക്ക് മാത്രം. ഇനി വെറും tan x ന് u കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് പിന്നെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. അത് നല്ലത് ഇയാളെ കൂടെ ചേർത്ത് എടുത്തോണ്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഈ വണ്ണൊക്കെ എത്ര പോകും? 0. അപ്പൊ അതുകൊണ്ട് അത്ര ചെയ്തേക്കണം കേട്ടോ. tan x ന് മാത്രമാക്കല്ല, ഫുള്ളായിട്ട് നമ്മൾ u എടുത്തോണം കേട്ടോ. അപ്പൊ 1 - tan x = u. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 × 0 - tan x ഡെറിവേറ്റീവ് -sec² x dx. u ന്റെ ഡെറിവേറ്റീവ് എത്ര മോനെ? du. ഓക്കെ, നമ്മൾ ന്യൂമറേറ്റർ നോക്കുമ്പോൾ നോക്കിക്കേ, ഇവിടെ sec² x dx ഉണ്ട്. നമുക്ക് -sec² x dx കിട്ടി എന്ന് പറയാം. മൈനസ് അധികം കിട്ടി. മൈനസിന് അപ്പുറത്തോട്ട് ഓടിക്കുമ്പോൾ sec² x dx = -du. ഓക്കെ ആണല്ലോ. പിന്നെ ഇടയ്ക്ക് നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾ നന്നായിട്ട് പ്ലസ് ടുവിലെ ഫുൾ ചാപ്റ്റേഴ്സിന്റെയും ഫുൾ ക്വസ്റ്റൻസുകൾ അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ പാക്കേജ്, ഇൻസ്ട്രക്ഷൻസ് എല്ലാം കിട്ടും. എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് ഓർഡറിലാണ് പഠിക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ട് തരും. പിന്നെ ഏതൊക്കെ ക്വസ്റ്റൻസുകളാണ് പഠിക്കേണ്ടത് എന്നുള്ളത് തരും. ഓക്കെ, ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനോട് തിരിച്ചു വരികയാണ്. ഈ sec² x dx ആരായിട്ട് മാറുക മോനെ? -du ആയിട്ട് മാറും. അപ്പൊ sec² x dx -du. ഓക്കെ, ഇപ്പൊ നമുക്ക് ന്യൂമറൽ മുഴുവൻ പേരുടെ ചേർന്നാണ് -du. ഇപ്പൊ ന്യൂമറൽ ആരും ഇല്ലെങ്കിൽ 1/, പക്ഷെ ഡിനോടെ കിടക്കുന്ന 1 - tan x ആരാ മോനെ? u. അപ്പൊ ഇത് ആരായി? u raised to 4. മൈനസ് ഇങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ -1/u raised to 4 നെ നമുക്ക് u raised to -4 എന്നാക്കാം കേട്ടോ. 1/x raised to 4 നമുക്ക് അതിന്റെ മണ്ടയ്ക്ക് മുമ്പ് x raised to -4 ആവുന്ന പോലെ 1/u raised to 4 can be u raised to -4 is in the form of x raised to n. x raised to n, what is the integral of x raised to n? x raised to n plus 1/n plus 1. So u raised to -4, u raised to -4 plus 1/-4 plus 1. Okay, answer e -2 u raised to -4 plus 1 divided by -4 plus 1. Answer വരുമ്പോൾ -u raised to -3/-3. ഓക്കെ, അപ്പൊ ഈ രണ്ട് മൈനസ് പ്ലസ് ആയിക്കൊണ്ട് u raised to -3 ആയി. അതിനെ നമുക്ക് 1/u³ എന്ന് എഴുതാം. ഓക്കെ, ആ യുവിന്റെ പ്ലേസിൽ നമുക്ക് ഫൈനലായിട്ട് ആരെന്ന് കൊടുക്കാം? 1 - tan x. അപ്പൊ ഫൈനൽ വരുമ്പോൾ 1/1 - tan x (3). ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഇതിനെ ചെയ്യേണ്ടത്. നല്ല ചോദ്യം അല്ലേ? നല്ല ചോദ്യമാണെന്ന് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കണം കേട്ടോ. ഇന്റഗ്രേഷൻ പല കുട്ടികൾക്കും പഠിപ്പിക്കുന്ന സമയത്ത് ഇപ്പൊ ഇത് കണ്ടപ്പോൾ മനസ്സിലായി, പക്ഷെ വേറെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ കിട്ടുള്ളൂ. ഈ ഡിഫറൻസിയേഷൻ പോലെ കോമൺ ആയിട്ട് മെത്തേഡ് ഇല്ല. ഓരോ ക്വസ്റ്റ്യനും മെത്തേഡുകൾ മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്റഗ്രേഷൻ ഇത്ര ടഫ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇവനെ ഇഷ്ടപ്പെട്ട മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗുഡ് ബൈ.